ഞാൻ 2011 പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൽ വെച്ചിട്ട് പോയിന്റ് ബ്ലാങ്കിലായിരുന്നു. ആ ഇൻ്റർവ്യൂ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഇൻ്റർവ്യൂവിലാണ് ആ ഇൻ്റർവ്യൂവിലാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത്. വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല എന്നോട് സംസാരിച്ചൊരു അഭിമുഖമായിരുന്നു. ആ അഭിമുഖത്തിലാണ് ആദ്യമായിട്ട് രമേശ് ചെന്നിത്തല പറയുന്നത് എന്നെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് 2011 വരണം എന്ന് വിചാരിച്ചിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. പക്ഷേ ഒരു കാരണവശാലും അടുത്തൊരു പവർ സെൻറ്റർ ഉണ്ടാവരുത്, മറ്റൊരു പവർ സെൻറ്റർ ഉണ്ടാവരുത് എന്ന് ഉമ്മൻചാണ്ടി കരുതി. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ആ മന്ത്രിസഭയിൽ വന്നിട്ടില്ല. ഏറ്റവും അവസാനം ആഭ്യന്തര വകുപ്പ് ചോദിച്ചു. ആഭ്യന്തര വകുപ്പിൽ മന്ത്രിയാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകൾ നടന്നു. എന്നാൽ മന്ത്രിസഭയിലേക്ക് തന്നെ എടുക്കില്ല എന്നാണ് ഉമ്മൻചാണ്ടി അന്ന് തീരുമാനിച്ചത്. അപ്പം ഉമ്മൻചാണ്ടിയുടെ ആ തീരുമാനത്തോടുള്ള എല്ലാ പ്രതിഷേധവുമായിട്ടാണ് ആ UDF യോഗത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് രമേശ് ചെന്നിത്തല ആ അഭിമുഖത്തിൽ പങ്കെടുക്കുകയും അന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ ചെറിയ ആളായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, മമതാ ബാനർജിയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഞാൻ, അശോക് ചവാനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഞാൻ, കിരൺകുമാർ റെഡ്ഡിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഞാൻ ACC സെക്രട്ടറി ആയിരുന്ന ആളാണ്, ഇത്രയും വർഷം KPCC അധ്യക്ഷനായിരുന്ന ആളാണ്, എന്നെ നിങ്ങൾ ചെറുതായിട്ട് കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറിയായിരുന്നു അഭിമുഖം. പക്ഷേ അടുത്ത ദിവസം ഹൈക്കമാൻഡ് ഇടപെടുകയും രമേശ് ചെന്നിത്തല തന്നെ നേരിട്ട് വന്നിട്ട് മാധ്യമങ്ങളോട് ഈ മന്ത്രിസഭയിലേക്ക് ഞാനില്ല എന്ന് KPCC ആസ്ഥാനത്ത് വെച്ചിട്ട് ഒരു വരി മാത്രം പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയും ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഈ മന്ത്രിസഭയിലേക്ക് ഞാനില്ല എന്ന്. പക്ഷേ പിന്നീട് അദ്ദേഹം വളരെയധികം ശ്രമിച്ചിരുന്നു. താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് NSS രംഗത്ത് വരുന്നു. 5-ാം മന്ത്രി വിവാദമുണ്ടായ സമയമാണെന്ന് ഓർക്കണം. 5-ാം മന്ത്രി വിവാദമുണ്ടായ സമയത്ത് പിന്നെ NSS രംഗപ്രവേശനം ചെയ്യുകയാണ്. പിന്നെ രമേശ് ചെന്നിത്തലയെ എങ്ങനെയും മന്ത്രിസഭയിലേക്ക് കയറ്റേണ്ടത് NSSൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതിലേക്ക് അവർ ഏറ്റെടുക്കുന്നു. പല തവണ വന്ന് സുകുമാരൻ നായർ തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നു. എന്നിട്ടൊന്നും തന്നെ ഉമ്മൻചാണ്ടി വഴങ്ങിയിട്ടില്ല. അവസാന ഘട്ടത്തിലാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകി. 1.5 വർഷക്കാലം കണ്ടേ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് ആ മന്ത്രിസഭയിൽ ഇരുന്നിട്ടുള്ളൂ. പക്ഷേ പിന്നീട് പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തു.